മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയിൽ ഉൾപ്പെട്ടവരിലും മാനസികമായി വെല്ലുവിളികൾ നേരിടുന്നവരിലും യേശുവിൻ്റെ കരുണയുടെ മുഖം കണ്ടുകൊണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ തമ്പലക്കാട് പെനുവേൽ എമ്മാനുവേൽ ആശ്രമങ്ങളിലെ വിശേഷങ്ങളുമായി നിത്യസാന്ത്വനത്തിൻ്റെ 2ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എമ്മാനുവേൽ ധ്യാന കേന്ദ്രം തമ്പലക്കാട് പ്രവർത്തിക്കുന്നത് ഒരു ഡി അഡിക്ഷൻ സെന്റർ ആയിട്ടാണ്. ഡി അഡിക്ഷൻ സെന്ററിൽ മരുന്നില്ലാതെ പ്രത്യേകമായി വചനത്തിലും ഗാന ശുശ്രൂഷയിലും കൗൺസിലിങ്ങിലും ഷെയറിങ്ങിലും അടിസ്ഥാനം ഇട്ടുകൊണ്ട് 7 ദിവസത്തെ ഒരു കോഴ്സാണ്. 10-ാം തീയതി മുതൽ എല്ലാ മാസവും 10-ാം തീയതി വൈകുന്നേരം തുടങ്ങി 17-ാം തീയതി രാവിലെ തീരുന്ന ഈ ഡി അഡിക്ഷൻ പ്രോഗ്രാമിൽ പങ്കുചേരുന്നത് മയക്കുമരുന്ന് എടുത്തവരും മദ്യം കഴിച്ചവരുമായിട്ടുള്ള സഹോദരങ്ങളാണ്. അവർ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പങ്കുചേരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10-ാം തീയതി വൈകുന്നേരം അവർ വരുന്നത് ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ തുടർച്ചയായിട്ട് മദ്യം കഴിച്ചതിൻ്റെ ക്ഷീണത്തോടു കൂടിയാണ്. ഒരുപക്ഷെ അന്ന് ഇവിടെ വരുമ്പോഴും മദ്യം കഴിച്ച് തന്നെയാണ് എത്തുക. അങ്ങനെ വരുന്ന ആളുകൾ അന്ന് വൈകുന്നേരത്തെ ആരാധനയോടുകൂടി ശാന്തമാവുകയാണ്. അത്ഭുതകരമായിട്ടാണ് ദൈവം ഇവരെ ആകർഷിച്ചു കൊണ്ടുവരിക. ഇവിടെ വരുന്ന ഓരോ വ്യക്തിയും ദൈവത്താൽ സ്പർശിക്കപ്പെടുന്നു. ഒരുപക്ഷെ ഇതുവരെയുള്ള അനുഭവം എന്ന് പറയുന്നത് 95% പേരും ശാന്തമായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് സ്പർശിക്കപ്പെട്ട് ഈ ധ്യാനത്തിൽ ആദ്യന്തം പങ്കുചേരുന്ന വിസ്മയകരമായ കാഴ്ചയാണ് കാണുക. ധ്യാനം അനുഗ്രഹീതമായ രീതിയിൽ മുൻപോട്ട് പോകുമ്പോൾ അവർ ഓരോരുത്തരും ഇനി മദ്യമില്ലാത്തൊരു ജീവിതം എനിക്ക് എന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ചാണ് ജീവിതം ആരംഭിക്കുക. പ്രിയപ്പെട്ടവരെ, സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും ബലഹീനമായ ഒരു അവസ്ഥ, ഏറ്റവും നിസ്സഹായമായ ഒരു അവസ്ഥയാണ് ലഹരി വസ്തുക്കളിലേക്ക് പെട്ടുപോകുന്ന അവസ്ഥയെന്നാണ് ഇന്നോളമുള്ള എൻ്റെ അനുഭവത്തിൽ അനേകരെ കണ്ടതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ബോധ്യമായത്. ഞാൻ അത്യാവശ്യം അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനും മനഃശാസ്ത്രമായ രീതിയിലുള്ള പഠനങ്ങൾക്ക് ശേഷം കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഒരാഴ്ചയിലൊരു 6-7 പേരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഒന്നെങ്കിൽ എൻ്റെ അടുത്ത് വരാനോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിക്കാനോ ഒക്കെ ഇടയാക്കുന്നുണ്ട് ദൈവം. പ്രിയപ്പെട്ടവരെ, ഒന്ന് വിളിച്ച് സംസാരിച്ച് ഒന്ന് വന്ന് പ്രാർത്ഥിച്ച് ഒരു ബോധ്യത്തിലേക്ക് അവനെ കയറ്റിവിട്ടാൽ ഒരുപക്ഷെ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ലൈഫിലേക്ക് അവൻ കയറിപ്പോകുന്ന അനുഭവമാണ് എനിക്കുണ്ടാകുന്നത്. ഇനിയുള്ളൊരു വലിയ ആഗ്രഹം, ഈ ലഹരി വസ്തുക്കളിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവരെ ഒന്ന് തേടിപ്പിടിക്കാൻ നോക്കിയാൽ അങ്ങനെ വലിയ ആഗ്രഹമൊന്നും ആർക്കും ഇല്ല. ആഗ്രഹമേ ഇല്ലാതായി. ഇനി ആഗ്രഹം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രചോദനമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകും. അതിലേക്കൊന്ന് മാറി നിൽക്കാൻ, ആ ട്രാക്കിലേക്കൊന്ന് ചേർന്ന് നിന്നിട്ടൊന്ന് ചിന്തിക്കാൻ അവന് പറ്റണം. അത് പറ്റുന്നില്ല. ഞങ്ങൾ ഇവിടെ ശുശ്രൂഷകർ, മധ്യസ്ഥ പ്രാർത്ഥനാ ടീമുകൾ, ബഹുമാനപ്പെട്ട 2 അച്ഛന്മാർ, മറ്റുള്ള സിസ്റ്റേഴ്സ്, ഇവരെല്ലാവരും 1-ാം തീയതി മുതൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചാണ് നമ്മൾ ഈ ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങാറുള്ളത്. ഈ ധ്യാനത്തിൽ കടന്നു വരുന്ന ഓരോ മക്കളെയും അവരുടെ ഭവനങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരു ധ്യാനം തീർന്ന് 17-ാം തീയതി ധ്യാനക്കാർ പിരിയുമ്പോൾ തൊട്ട് ഞങ്ങളുടെ വീണ്ടും പ്രാർത്ഥനയിലേക്ക് കടക്കും. ആ പ്രാർത്ഥന പിറ്റേ ധ്യാനക്കാർ നമ്മുടെ ഇവിടെ ധ്യാനത്തിന് എത്തിച്ചേരുന്ന രജിസ്ട്രേഷൻ തീർന്ന് ധ്യാനം ആരംഭിക്കുന്ന സമയം വരെ ഞങ്ങൾ പല ടീമുകളുമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഉപവാസ പ്രാർത്ഥനയിലും ചില കോൺവെൻറ്റുകളിൽ നിത്യാരാധന എഴുന്നള്ളിച്ച് വെച്ച് അവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയോടൊപ്പം ഒരുപാട് തകർന്ന കുടുംബങ്ങളുടെ കണ്ണീരും ഇതോടൊപ്പം ചേർത്ത് വിട്ട് കർത്താവിന് സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കടന്നു വരുന്ന ഓരോ മക്കളും പലരും അറിയാതെയാണ് വരുന്നത്. ഞാൻ ഈ ധ്യാനത്തിന് പോകുന്നതെന്ന് അറിയാതെ ആൾക്കാർ കൂട്ടിക്കൊണ്ട് വരുന്നവരുണ്ട്. മദ്യപാനത്തിന് അടിമയായവരെ മദ്യപിച്ച് ബോധമൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവരാറുണ്ട്. ഞങ്ങൾ അവരെ എടുത്ത് നമ്മുടെ ശുശ്രൂഷ സ്ഥലങ്ങളിലെ ശുശ്രൂഷ എല്ലാം കൂടി ചേർന്ന് അവരെ മാറ്റി അവരെ നമ്മൾ ആഹാരം നൽകി, അവർക്ക് ജീവൻ നൽകി, അവർക്ക് വചനം നൽകി, ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ ബ്ലെസ്സിങ്ങോടുകൂടി ഇവർ കടന്നു പോകുമ്പോൾ ഈ ജീവിതത്തിൽ നിന്നും മാറി എനിക്കും പുതിയതായി ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു, ഞാൻ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു ഉത്ബോധത്തോടെയാണ് അവർ കടന്നു പോകുന്നത്.
അവരുടെ ആ കടന്നുപോക്കും അവർ 30-ാം തീയതി ഇവിടുത്തെ ആരാധനയിലേക്ക് മടങ്ങി വരുന്ന ഒരു ജീവിതമുണ്ട്. അതൊക്കെ ഒന്ന് കാണുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ ഒരു നാമ്പ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഭവം. കാരണം മദ്യം കൊണ്ട് തകർന്നു പോയ ഒരുപാട് കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, ജീവിത പങ്കാളികൾ ഇവരൊക്കെ കണ്ണീരോടെ വന്ന് പറയും, അച്ഛാ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ സന്തോഷമാണ്, ഞങ്ങളുടെ വീട്ടിൽ സ്വർഗമാണ്, അല്ലെങ്കിൽ ബ്രദറെ അല്ലെങ്കിൽ സഹോദര ചേട്ടാ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ സ്വർഗത്തിൻ്റെ അനുഭവമാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്നൊരു സന്തോഷം അത് കർത്താവിൻ്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനായി ഞങ്ങളെല്ലാം ഉപയോഗിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:6 എന്റെ രക്ഷ ലോകത്തിന്റെ അതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന് പ്രകാശമായിട്ട് നൽകുമെന്ന്. അങ്ങനെ അനേകർക്ക് വെളിച്ചം കൊടുക്കുവാനായിട്ട് കർത്താവ് ഒരു ഉപകരണമാക്കിയിരിക്കുകയാണ്. വണ്ടൻപതാൽ ഇടവകയിൽ ഞാൻ മദറായിട്ട് ശുശ്രൂഷ ചെയ്തിരുന്ന കാലയളവിൽ ബഹുമാനപ്പെട്ട പെരുന്നിലവച്ചനായിരുന്നു അവിടെ വികാരിയായിട്ട് വന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെ വീട് സന്ദർശന വേളയിൽ ഒത്തിരി വ്യാകുല മാതാക്കളെ കാണാൻ ഇടയാകുകയും അതിൻ്റെ പ്രധാന കാരണം ഭർത്താക്കന്മാരുടെ മദ്യപാനം മാത്രമായിരുന്നു. അങ്ങനെ ഈ ഫീൽഡിൽ ജോലി ചെയ്ത് കുറെ കുടുംബങ്ങളെ രക്ഷിക്കാമെന്ന് അച്ഛനോട് അഭിപ്രായപ്പെടുകയും അച്ഛൻ്റെ എല്ലാവിധ സപ്പോർട്ടും കിട്ടി, പ്രോത്സാഹനം കിട്ടി, ശുശ്രൂഷ അവിടെ ആരംഭിക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെ പോയി തമ്പലക്കാട്ട് ഇവിടെ കൊണ്ടുവരുന്നവരെ ഇങ്ങനെ ആൾക്കാർ അടുത്ത കുടിയൻ്റെ നമ്പർ ഇവർ തന്നുകൊണ്ടിരിക്കും. തരുമ്പോൾ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ മഠത്തിൽ വരെ ഒന്ന് വരാമോ അല്ലെന്ന് ചോദിച്ചുകൊണ്ട് സ്നേഹത്തോടെ വിളിക്കും. അവർ മഠത്തിൽ വരും, അവിടെ വിളിച്ച് ബോധവൽക്കരിച്ചതിന് ശേഷം ഇവരോട് ഇങ്ങനെ ധ്യാനത്തിന്റെ ഇത് ലഹരി വിമോചന ധ്യാനമാണ്, നമുക്ക് ഇവിടെ ഒന്ന് പോയി ധ്യാനിക്കാം. അന്നേരം പറയും ഒത്തിരി ധ്യാനം കൂടിയതാണ്, ഈ തമ്പലക്കാട്ടെ ധ്യാനത്തിന് എന്താ ഇത്ര വലിയ പ്രത്യേകത എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതിന്റെ പേരും പറഞ്ഞ് ഇവിടെ വരുമ്പോൾ ഈ ലഹരിയുടെ തായ്വേര് പറിച്ച് കളയുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടെന്ന് പറയും. ഇവിടെ വന്ന് ധ്യാനം കൂടുന്ന ഓരോ വ്യക്തിയും ഒരത്ഭുതമായി മാറുകയാണ്. അനേക വർഷങ്ങളായി, 10-20 വർഷമായോ 30 വർഷമായോ 40 വർഷമായോ പള്ളിയിൽ കയറാതെ ഇരിക്കുന്നവരും അതുപോലെ ഒരു സമൂഹ കുടുംബ ബന്ധവുമില്ലാതെ കഴിയുന്നവരുമെല്ലാം ഇവിടെ വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ശാന്തമാവുകയാണ്, തങ്ങളുടെ ദൗത്യത്തിലേക്ക് മടങ്ങുകയാണ്. അവർ തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാൻ ശക്തിയുള്ളവരായി മാറുകയാണ്. അത്ഭുതമെന്ന് പറയുന്നത് ഇവർ തിരികെ വീട്ടിലെത്തിക്കഴിഞ്ഞ് ആ വീട്ടിലെ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത്ഭുതകരമായ വിധത്തിൽ ദൈവം അവരെ തൊടുകയാണ്. അവർക്ക് തിരിച്ചു നടക്കാൻ ശക്തി കിട്ടുകയാണ്. അവർക്ക് സാമ്പത്തികമായും ആത്മീകമായും കർത്താവ് കൂടെ നിന്ന് സഹായിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് നാളിതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് കടബാധ്യതകൾ മാറുന്നു, പെട്ടെന്ന് അവരുടെ സംവിധാനങ്ങൾക്ക് മാറ്റം വരുന്നു, അവരുടെ ജീവിത നിലവാരം ഉയരുന്നു. അവർ വളരെ വേഗത്തിൽ ഒരു സാധാരണ നിലയിലേക്ക് വരുമ്പോൾ മരണം വരെ നിലനിൽക്കുന്ന പ്രലോഭനം, മദ്യം എന്നത് മരണം വരെ നിലനിൽക്കുന്ന പ്രലോഭനമാണ്. അത് വേണ്ട എന്ന് വെച്ച് മുന്നോട്ട് പോകാനുള്ള അവരുടെ പരിശ്രമത്തിൽ മരണം വരെ തമ്പുരാൻ കർത്താവ് അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. ഒരു അത്ഭുതമാണ് ജീവിതത്തിൽ മാറ്റം വരുത്തുക എന്ന് നിശ്ചയിച്ച ഒരുവിന് ദൈവം കൊടുക്കുന്ന സമ്മാനം. കാരണം കൂടുതലും ഉണ്ടായിരുന്നതിൽ ഞങ്ങൾ ഉറക്കമില്ലായിരുന്നു. ഉറക്കമെന്ന് പറയുന്ന ഒരു ശകലം പോലും ഇല്ലായിരുന്നു. ഒരു ദിവസം 1 മണിക്കൂറൊക്കെ ആയിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അതുപോലെ മദ്യപാനമായിരുന്നു. പിന്നെ ഇപ്പം അതുപോലെ സിഗരറ്റ് വലി ഭയങ്കരമായിട്ട് സിഗരറ്റ് വലിക്കുമായിരുന്നു. ഇവിടെ ധ്യാനം കുടിക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാ ദിവസവും ഞങ്ങളെ രാത്രിയും അമ്മയും, എനിക്ക് 2 പെൺമക്കളാണുള്ളത്, ഭാര്യ എല്ലാം കൂടെ കൂടിയിരുന്നത് ഞങ്ങൾ 7 മണി എന്നുള്ള സമയത്ത് ഇരുന്ന് പ്രാർത്ഥനയ്ക്കായിരിക്കും. പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് വളരെ സങ്കടത്തോടെ പറഞ്ഞു, ഏതാണ്ട് +2 പഠിക്കുന്ന സമയത്ത് തൻ്റെ മോൻ ലഹരിക്ക് അടിപ്പെട്ടു പോയി, ബ്രൗൺ ഷുഗറിന്. ഇന്നവന് ലഹരിക്ക് മാത്രമല്ല അഡിക്റ്റ് ആയിരിക്കുന്നത്, സാത്താൻ വർഷിപ്പ് പോലുള്ള സംഗതിയിലേക്ക് അവൻ വിട്ടുപോയി. വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മകനെന്ന് ഓർക്കുമ്പോൾ അപ്പൻ്റെ ചങ്ക് പൊടിയുന്നത് എനിക്ക് കാണാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പനും അമ്മയും മക്കളും ചേർന്ന് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷമല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിന് തടസ്സമായി നിൽക്കുന്ന ഒന്നാണ് എല്ലാവിധ ലഹരി വസ്തുക്കളും. സ്വർഗരാജ്യം പോലും നമ്മുടെ മുമ്പിൽ അടച്ചിടുന്ന ഒരു സാഹചര്യം ലഹരി വസ്തുക്കൾ ഉണ്ടാക്കും. അത് പൗലോസ് ശ്ലീഹ നമ്മളോട് വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
ജീവിതമാകുന്ന പന്ഥാവിൽ ദൈവത്തെ കൂട്ടുപിടിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് പോകാനാകട്ടെ. കണ്ടുമുട്ടുന്ന ഏത് വ്യക്തിക്കും ഒരു സന്തോഷത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കത്തക്ക വിധത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാം. ഇവിടെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ എന്നെ ആകർഷിച്ച ഒരു കാര്യം, ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു സഹോദരന് 58 വയസ്സോളം ഉള്ളൊരു സഹോദരൻ പെട്ടെന്ന് എഴുന്നേറ്റ് ധ്യാന ഹാളിൽ നിന്നിറങ്ങി വെളിയിലേക്ക് ധൃതിയിട്ട് ഓടി. എവിടെ പോകാമെന്ന് വെച്ചിട്ട് പുള്ളി അദ്ദേഹം നിന്നില്ല, ഓഫീസിൽ ചെന്ന് ബഹളമുണ്ടാക്കി. അദ്ദേഹം ഫോൺ വാങ്ങിച്ചു, നിർബന്ധമായിട്ട് എനിക്ക് വേണം, ഒരാളെ വിളിക്കാനെന്ന് പറഞ്ഞ് കൊടുത്തു. ഫോൺ മേടിച്ച് വെളിയിൽ പോയി ആരെയോ വിളിച്ചു, 2 മിനിറ്റ് സംസാരിച്ചു, തിരിച്ചു കൊണ്ട് കൊടുത്തു, തിരിച്ചു വന്നിരുന്നു. പിന്നീട് ഇദ്ദേഹം സാക്ഷ്യം പറയുകയുണ്ടായി. അന്ന് കേട്ട ഗാനം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സ്പർശിച്ചു ആ ഗാനം. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലെ വളരെ എനിക്കും കൂടെയും ഒരു സ്പർശനം ലഭിച്ചൊരു സംഭവമായിരുന്നു അത് അദ്ദേഹം ചെയ്തത്. ആ പാട്ട് കേട്ട ഉടനെ അത് അദ്ദേഹത്തെ ഹൃദയത്തിൽ വല്ലാതെ ചലനമുണ്ടാക്കി. അദ്ദേഹം വെളിയിൽ പോയി 8 വർഷത്തോളമായിട്ട് സംസാരിക്കാതെ ഇരുന്ന, അല്ലെ മിണ്ടാതെ പിണങ്ങിയിരുന്ന ജ്യേഷ്ഠനെ വിളിച്ച് ഫോണിലൂടെ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, 17-ാം തീയതിയാണ് ഇവിടെ ധ്യാനം തീരുക. ഈ 17-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ രാവിലെ ഞാൻ വരും, കോടതിയിൽ പോയി കേസെല്ലാം നമുക്ക് ഒത്തുതീർപ്പാക്കണം. സ്ഥലം വിറ്റു. അപ്പോൾ സ്ഥലം സംബന്ധമായിട്ട് പ്രശ്നമായിരുന്നു. സ്ഥലം വിറ്റുകൊള്ളുക, എനിക്ക് പ്രശ്നമൊന്നുമില്ല, മകളുടെ വിവാഹം ഭംഗിയായിട്ട് നടത്താൻ ഉള്ള എല്ലാം ഒരുക്കിക്കൊള്ളുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജ്യേഷ്ഠനും അനിയനുമായിട്ടുള്ള പ്രശ്നം തീർന്നു. ജ്യേഷ്ഠൻ്റെ മകളുടെ കല്യാണാവശ്യത്തിനോ മറ്റോ ഉള്ള കാര്യത്തിന് അദ്ദേഹം തടസ്സം നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ പാട്ട് ഇദ്ദേഹത്തിൽ വളരെ ചലനം സൃഷ്ടിച്ചു. ആ പാട്ട് ബഹുമാനപ്പെട്ട ഈ ധ്യാനത്തിൻ്റെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ബച്ചുക്കേട്ടച്ചൻ എഴുതി സംഗീതം നൽകിയൊരു പാട്ടാണ്. ശശി പ്രസാദ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ട്യൂൺ ചെയ്ത് അച്ഛൻ എഴുതി. ആ പാട്ട് പ്രകാരമാണ്: ഏറിയാൽ 70 അല്ലെങ്കിൽ 100 വർഷം നീ വാഴും, ഒരിക്കലെന്നേക്കുമായി കണ്ണുകളടയുമ്പോൾ ശവമെന്നു നിൻ പേരുമാറും, മണ്ണോടു മണ്ണായി നീ ചേരും കാലം നിന്നോർമ്മ പോലും മായ്ക്കും. മനുഷ്യ പോകുവതെങ്ങോട്ട്, നാശത്തിൻ മാർഗത്തിലോ ജീവന്റെ മാർഗത്തിലോ, സ്നേഹത്തിൻ മാർഗത്തിലോ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നത് പൊതിച്ചോറാണ്. അതാവട്ടെ എരുമേലിയിലുള്ള നിർമ്മല പബ്ലിക് സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ് അവരുടെ വീടുകളിൽ നിന്ന് അവരുടെ പുസ്തകത്തോടും കുടയോടുമൊക്കെ ചേർത്ത് ഒരു പൊതി എക്സ്ട്രാ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് തരുന്നത്. ഈ ഭക്ഷണ പൊതി ഇവിടെ നൽകുമ്പോൾ അവരുടെ വീട്ടിൽ അതിനുള്ളൊരു നന്മയുള്ള ഒഴുക്ക് നടക്കുന്നുണ്ട്, ഒരു പങ്കുവെക്കാനുള്ള മനോഭാവം ഉണ്ടാകുന്നുണ്ട്. കുഞ്ഞുങ്ങൾ അതേക്കുറിച്ച് സ്നേഹത്തോടെ പങ്കുവെച്ചത് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ പേര് എലീസ മേരി സിജു. ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ സ്കൂളിൻ്റെ പേര് നിർമ്മല പബ്ലിക് സ്കൂൾ. എൻ്റെ വലിയമ്മ എപ്പോഴും ഇങ്ങനെ എല്ലാ വ്യാഴാഴ്ചയും എനിക്ക് പൊതി തന്നുവിടും. കാരണം എൻ്റെ വലിയമ്മയ്ക്ക് പാവപ്പെട്ടവരെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മച്ചി എപ്പോഴും പറയും, നമുക്ക് വിശക്കുന്ന പോലെ അവർക്കും വിശക്കത്തില്ല. അപ്പം നമ്മൾ ഒരു ഫുഡ് കൊടുക്കുമ്പോൾ അവർക്ക് എന്തോരം സന്തോഷമാകും. എല്ലാ ദിവസവും സ്കൂളിൽ വരുമ്പോൾ വ്യാഴാഴ്ച പപ്പ പറയും, എടി ഇന്ന് സ്കൂളിൽ പോകണ്ടേ, സ്കൂളിൽ എക്സ്ട്രാ ലഞ്ച് കൊണ്ടുപോകണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞാലും എന്നെ പപ്പായാണ് ഓർമ്മിപ്പിക്കുന്നത്, എടി ഇത് ലഞ്ച് കൊണ്ടുപോകണ്ടേ, അവർക്ക് കൊടുക്കണ്ടേ. അപ്പം എന്നെക്കാൾ വലിയൊരു പ്രചോദനമാണ് പപ്പായ്ക്കും മാമിക്കും. എനിക്ക് വലുതാകുമ്പോൾ ചെയ്യണമെന്ന് തോന്നിയ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വലിയ അലങ്കാരം പണിതിട്ട് ഇവിടെ ഉള്ളവരെ പോലുള്ളവരെ എനിക്ക് സംരക്ഷിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഗുഡ്.
അവരോരോരുത്തരും ഈ പാവങ്ങളോടുള്ള ഒരു പക്ഷം ചേരലുണ്ട് എന്നത് വെളിവാക്കപ്പെട്ടു. രണ്ടാമത്, അവരുടെ ഭവനത്തിൽ ഈ പ്രവൃത്തി മൂലം ഒന്നിനും ഒരു കുറവില്ലാതിരിക്കുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ്. നാം പങ്കുവയ്ക്കുമ്പോൾ അത്രയും അധികമായി ദൈവത്തിൽ നിന്നുള്ള ഇടപെടൽ ആളുകൾക്കും ഉണ്ടാകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 1-ാം വചനം ഇങ്ങനെയല്ലേ: ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. ഓരോ നിമിഷവും പുതിയതാണ്. ഓരോ അനുഭവവും പുതിയതാണ്. കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും ഓരോ വ്യക്തിത്വവും പുതിയതാണ്. ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ശ്രുതി തെറ്റിയാൽ ഒന്ന് നിർത്തിയിട്ട് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഈ പ്രപഞ്ചം മുഴുവനും ഒരു വിസ്മയമാണ്. ഈ വിസ്മയമാകുന്ന പ്രപഞ്ചത്തിൽ നാം ഓരോരുത്തരും ഇന്നായിരിക്കുന്നു. അടുത്ത മൊമെൻ്റ് നമ്മുടെ കയ്യിലില്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുഖത്ത് സന്തോഷം വിരിയത്തക്ക വിധത്തിൽ ജീവിക്കണ്ടേ? ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥൻ എന്ന് പറയുന്നത് കുടുംബത്തിന്റെ ആശ്രയമല്ലേ? അപ്പൻ വരുന്നുണ്ടോ എന്ന് നോക്കി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന മക്കള്, ചേട്ടൻ വരുന്നുണ്ടോ എന്ന് നോക്കി ആദ്യം വ്യാധിയും പൂണ്ടിരിക്കുന്ന ചില സ്ത്രീകള്, ഒന്നുമല്ല, ദേ പപ്പ വന്നു, ദേ ചേട്ടൻ വന്നു, സന്തോഷമായി. അല്ല, അങ്കലാപ്പായി, നാലുകാലില കയറി വരുന്ന ഇന്ന് എന്ത് സംഭവിക്കും? ഒരമ്മ പറഞ്ഞു, 6 മണിയാകുമ്പോൾ 2-1 സിസ്റ്ററെ. അതെന്താ? ഒന്നെങ്കിൽ ചേട്ടൻ 4 കാലായിരിക്കും, അല്ലെ നോർമലായിരിക്കും. നോർമലാണെങ്കിൽ പിന്നെ ഭയങ്കര സന്തോഷമായി. വീട്ടിൽ ഇച്ചിരി മീനോ ഇറച്ചിയോ ഒക്കെ കൈ കാണും, കൊണ്ടുവന്നു. അതെല്ലാം നല്ല പാകപ്പെടുത്തി എല്ലാവരോടും ഒരുമിച്ചിരുന്ന് വളരെ ആഘോഷമായിട്ട് ഞങ്ങൾ ഫുഡ് അടിക്കും. ചേട്ടൻ 4 കാലയിലാണെങ്കിൽ കട്ടിലിലേക്ക് ഒരു വലിയ വിരി എടുത്തങ്ങോട്ടിടും. ഞാനും പിള്ളേരുടെ ആ വിരിക്കുള്ളിലോട്ട് കയറും. ചേട്ടൻ പയ്യെ വന്ന് ഇഴഞ്ഞ് തിരിഞ്ഞ് അവിടെ കിടന്ന് കുറച്ച് ഛർദ്ദിച്ച് കുറച്ചുറങ്ങി. വെപ്പാങ്കാലം ആകുമ്പം എടിയെന്ന് വിളിക്കുമ്പോൾ പയ്യെ ഒന്ന് ഇറങ്ങിച്ചെന്ന് പിന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ പോകുന്നു സിസ്റ്റർ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ലൈഫ്. നമ്മുടെ സ്ഥലത്ത് പുതുതായിട്ടുള്ള ഒരു അവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ ആശ്രമം ഇതുപോലുള്ള ആശ്രമങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും, നിങ്ങളുടെ ഇടവകയ്ക്ക് ചുറ്റും, നിങ്ങളുടെ ദേശത്തിന് ചുറ്റും ഇപ്രകാരമുള്ള വേദനിക്കുന്നവരുടെ, ഭാരപ്പെടുന്നവരുടെ, ഒറ്റപ്പെടുന്നവരുടെ ഒരു സമൂഹം രൂപപ്പെട്ടു വരുന്നുണ്ട്. പ്രായമായ അച്ചായനും അമ്മച്ചയും മാത്രം താമസിക്കുന്ന ഭവനത്തിൽ ഒരാൾ രോഗിയായാൽ അയാളെ കൊണ്ട് പോകുവാൻ, അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം ഒരുക്കുവാൻ ഒക്കെ പെട്ടെന്ന് ഒരു നിവൃത്തിയില്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദേശത്തുള്ള പ്രാർത്ഥന യൂണിറ്റുകളോ വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റിയോ അതല്ലെങ്കിൽ ചാരിറ്റബിൾ സൊസൈറ്റികളോ ഏതെങ്കിലും ഒന്ന് പ്രവർത്തനക്ഷമമായിക്കൊണ്ട് ആ വീട്ടിലേക്ക് അനുഗ്രഹത്തെ ഒഴുക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ പുതിയൊരു പ്രവാഹം, പുതിയ നന്മയുടെ ഒരു പ്രവാഹം ഉളവാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ അടിച്ചു തീരുമായിരുന്നു. വെറുതെ വീട്ടിലോട്ട് കയറി ചെന്നു. മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, മോനെ നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. തിരിച്ചും മറിച്ചും ഒരു വാക്ക് സിസ്റ്ററിനോട് പറയരുത്. ഞാനിപ്പോൾ ചെയ്യുന്നത്, നിന്നെ ഞാനൊരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകും. എന്തിനെന്നറിയാമോ? നിനക്ക് നല്ല ക്ഷീണമുള്ളത് കൊണ്ട് ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. തമ്പുരാൻ ഇറങ്ങി വന്നു. അവൻ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരാൻ തയ്യാറായി. ഞാൻ പയ്യെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നിട്ട് ഡോക്ടറെ ഒന്ന് കണ്ണ് കാണിച്ച് ഒരു 4-5 ദിവസത്തേക്ക് ഒന്ന് അഡ്മിറ്റ് ആക്കിക്കോളാൻ പറഞ്ഞു. ഡോക്ടർ അവനെ ഒന്ന് 5 ദിവസം അഡ്മിറ്റ് ആക്കി. ഒരു 2-3 ദിവസത്തെ ഒരല്പം ട്രിപ്പും കാര്യങ്ങളെല്ലാം അങ്ങ് ചെന്നപ്പോഴാ ഒരിത്തിരി ബോധം ഉദിക്കുന്നത്. ഈ കാലഘട്ടം മുഴുവൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. 5 ദിവസമായപ്പോഴത്തേക്കും ആള് നേരെ നിന്നു. ഇനി ആരും പറയേണ്ട കാര്യമില്ല ലഹരിയെക്കുറിച്ച്. ബോധ്യമായി, ബോധമായി, വെളിവ് കിട്ടി.
അവന് ഈ ആശ്രമത്തിൽ വന്ന് ഒരു ധ്യാനവും കൂടെ കൂടിയപ്പോൾ ആള് നല്ല മിടുക്കനായി. നമ്മുടെ കൂടെ ഇന്ന് അവനൊരു ശുശ്രൂഷകനായിട്ടുണ്ട്. നല്ലൊരു മിമിക്സുകാരൻ, നല്ല അടിപൊളി മിമിക്സുകാരൻ. സ്റ്റേറ്റിൽ അവൻ പഠിക്കുന്ന കാലത്ത് സ്റ്റേറ്റിൽ 3 തവണ മിമിക്സിന് ഫസ്റ്റ് വാങ്ങിയവൻ ഈ ഒരു 2ാം ജീവിതത്തിലേക്ക് ആള് കയറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അനേകർക്ക് കൈകോർത്താൽ നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തി പോലും ലഹരി അടിച്ചിന് തീരുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല. ജിജോ ഇവിടുത്തെ MSW ആണ്. ഈ MSW അംഗം ഇവിടെ വേണ്ട ശുശ്രൂഷ ചെയ്യാനും കൗൺസിലിംഗ് കൊടുക്കാനും വർക്ക് അസൈൻമെന്റ് കൊടുക്കാനും അതുപോലെ തന്നെ ജോലിയെ സംബന്ധിച്ച് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് കൂടിയാണ്. അപ്പം അങ്ങനെ വളരെ കാര്യമായിട്ട് ഇവർക്ക് വേണ്ട പരിചരണം ചെയ്യുന്നതിന്, ടീം വർക്ക് ചെയ്യിപ്പിക്കുന്നതിനൊക്കെ നേതൃത്വം കൊടുക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് പ്രായമുള്ള രോഗികളെ നോക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ് അയ്യപ്പൻ ചെയ്യുന്നത്. യാക്കോബ് ശരിക്കും ഇവിടെയുള്ള പുറത്തുള്ള ജോലികളിൽ മേസ്ത്രിപ്പണി അല്ലെങ്കിൽ ആശാരിപ്പണി, പെയിൻറ്റിങ് തുടങ്ങിയുള്ള വർക്കുകളിലും കൃഷിയിലും ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു സഹകരണമാണ് ചെയ്യുക. നമുക്ക് ഈ പെൻവേൽ ആശ്രമത്തിൻ്റെ ഔട്ട് ഹൗസ് ഉണ്ട്. ഔട്ട് ഹൗസിൽ രോഗികളായിട്ട്, കിടപ്പ് രോഗികളായിട്ട് കിടക്കുന്ന ഏതാനും പേരുണ്ട്. അവർക്ക് വേണ്ട പരിചരണം നടത്തുന്നതിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്ന വലിയ ദൗത്യമാണ് ഈ ടീം അംഗങ്ങൾക്ക് ഉള്ളത്. ഔട്ട് ഹൗസിൽ അവിടെ രോഗികളായി കിടക്കുന്നവരെ പരിചരിക്കുന്ന വലിയ ഒരു കാര്യമാണ് സന്തോഷ്, സാബുചെറിയാൻ, റാഫേൽ എന്നിവർ ചേർന്ന് ചെയ്യുന്നത്. എന്നോടൊപ്പം നിൽക്കുന്നത് ഇത് കുഞ്ഞേട്ടന്, ആന്റണി, ഷിജിവിറ്റി, ചന്ദ്രൻകുമളി. ഇവരെല്ലാവരും വിവിധങ്ങളായ ജോലികൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. ഒരു ടീം വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മുന്നേക്ക സ്ഥലമുണ്ട്. ബാക്കിയുള്ള ഭാഗത്ത് കുറച്ച് കൃഷി ചെയ്യുന്നതിന് ശ്രദ്ധിക്കുന്നു. അവിടെ ഇവരെ കൃഷികളിൽ സഹായിക്കുകയും വേണ്ടത്ര പരിചരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് വാഴക്കൃഷിയുണ്ട്. അവിടെയും ഇവർ നന്നായിട്ട് തന്നെയാണ് സേവനം ചെയ്യുന്നത്. നോക്കി ഭംഗിയായിട്ട് സേവനം ചെയ്യുന്നതിൽ നേതൃത്വം കൊടുക്കുന്ന ടീം അംഗങ്ങളാണ്. ആകാശത്തിലെ പറവകളെ തീറ്റിപ്പോറ്റുന്ന, വയലിലെ ലില്ലികളെ അണയിച്ചൊരുക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ പരിപാലനയിലേക്ക് നമുക്ക് പൂർണ്ണമായും ഉൾച്ചേരാനായാൽ ഈശോ തൻ്റെ തൃക്കരങ്ങളിൽ നമ്മെ വഹിച്ചുകൊള്ളും. പരിശുദ്ധാത്മാവ് അവിടുത്തെ ആവാസത്താൽ നമ്മെ നയിച്ചുകൊള്ളും. ത്രിത്വൈക ദൈവത്തിൻ്റെ ആ വലിയ പരിപാലനയിൽ ഓരോ നിമിഷവും ധന്യമാക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെയുള്ള ഈ ഭവനത്തിലെ മക്കൾക്ക് വേണ്ട പരിചരണം നൽകുന്നത്, സഹായം നൽകുന്നത് അഭ്യുദയകാംക്ഷികളായിട്ടുള്ള സമീപത്തുള്ള ആളുകളാണ്. പോന്നുപോരാഴിക വരുന്നത്, കുറവ് വരുന്നത് അഭിമന്യ പിതാവും പിതാവിനോട് ചേർത്തുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങളും സഹായിക്കുകയാണ്. സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായി പ്രത്യേകിച്ച് പ്രവർത്തിക്കുന്ന മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഈ ഭവനത്തെ പ്രത്യേകമായി പരിഗണിച്ച് ഒത്തിരിയേറെ സഹായിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും പല വിധത്തിൽ സഹായിച്ചു കൊണ്ടാണ് ഇരിക്കുക. ജനങ്ങളും അതുപോലെ തന്നെ നമ്മെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും ഓരോ ദിവസവും ഒരു ഭവനം കൊണ്ടുപോകുമ്പോൾ 100 പേരടങ്ങുന്ന ഒരു ഭവനമാണെങ്കിൽ 4-4.5 ലക്ഷം രൂപ ഓരോ മാസവും ചെലവാകുന്നുണ്ട് എന്നതും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. 30,000 രൂപയിലധികം മാനസിക സ്വാസ്ഥ്യത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള മരുന്ന് വേണം. അതുപോലെ പൊതുവായിട്ടുള്ള ചികിത്സയ്ക്കായി വലിയ തോതിലുള്ള മരുന്നുകൾ ആവശ്യമായിട്ട് വരും. ചില മാസങ്ങൾ കൂടിയും കുറഞ്ഞു നിൽക്കും. പക്ഷേ എങ്ങനെയായിരുന്നാലും അവരുടെ ഭക്ഷണവും പരിചരണവും മറ്റിതര സംവിധാനങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വലിയൊരു തുക സമാഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത് നല്ല മനുഷ്യർ ഇവിടെ അവരുടെ വിശേഷാവസരങ്ങളോട് ചേർന്ന് നൽകിക്കൊണ്ടാണ് ഇരിക്കുക. എങ്കിലും ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലന നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്.